ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ ഞാനിന്ന് ന്യൂസിലാൻഡിൽ വന്നിരിക്കുന്നതാണ്, നമ്മുടെ ഓക്ലാൻഡിൽ. അപ്പം അതിൻ്റെ ഒരു മോട്ടോർ വേ കൂടെയുള്ള ഒരു യാത്രയാണ് ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ബീച്ചിൽ പോന്നു, അതുപോലെ പല സ്കൈ സിറ്റി അങ്ങനെ ഒരു പ്ലാനാണ് ഞങ്ങൾ ഇന്ന് ഇട്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ജസ്റ്റ് യാത്ര തുടങ്ങിയിട്ടുള്ളൂ. ബാക്കി വിവരങ്ങൾ ഞാൻ അറിയിക്കാം. ഞങ്ങൾ സിറ്റിയിലേക്ക് കിടക്കുവാണ് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ഒരു ഡ്രൈവാണ് കേട്ടോ. നിങ്ങൾക്ക് സീനറി കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. വാട്ട് എ ക്ലൈമറ്റ്. നമ്മുടെ തേരാളി ഇതാണ് കേട്ടോ, നമ്മുടെ തേരാളി. ഹലോ, താങ്ക് യു. ഞങ്ങളുടെ യാത്രയിൽ ചെറിയൊരു ട്രാഫിക്ക് വന്നിട്ടുണ്ട്. ഇന്ന് സൺഡേ ആണേലും എല്ലാവരും ഹോളിഡേ ഒക്കെ ആയതുകൊണ്ട് ആൾക്കാർ വഴിയിലിച്ച് തിരക്കാണ്. സൺഡേ ആയിട്ടും നല്ല തിരക്കാണ്, ഉണ്ടോ, നല്ല ക്യൂ ഉണ്ട്. പിന്നെ നമ്മുടെ ഓസ്ട്രേലിയയെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പം നമുക്ക് ഇവിടെ നമ്മുടെ കാറുകളെല്ലാം ഒരു ചെറിയ കാറുകളാണെന്ന് തോന്നുന്നു. അങ്ങനെയല്ല, നമ്മൾ ഓസ്ട്രേലിയയിലെ കാറുകൾ ഇച്ചിരി വലിയ അറിയത്തില്ലേ, ആ ഒരു രീതിക്കാണ്. അപ്പോൾ ഇവിടുത്തെ ഇച്ചിരി മാറ്റമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളത് അങ്ങനെ നോക്കിയിട്ട് മനസ്സിലാക്കുക. ജസ്റ്റ് നിങ്ങളെ നമുക്കൊന്ന് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനതൊക്കെ ചെയ്യുന്നത് കേട്ടോ. കേട്ടോ, പഴയ വണ്ടികളാണ് കേട്ടോ. ഇതൊക്കെ പണ്ടത്തെ പുലികളാണ്. വർഷങ്ങളായിട്ട് പഴക്കമുള്ള സാധനമാണ്. അതൊക്കെ പുലിയാണ് ഇപ്പോഴും റോഡിൽ. നമ്മള് ഓക്ലാൻഡ് സിറ്റിയിലേക്ക് കയറേണ്ട വഴിക്കാണ് നമ്മൾ ഇപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. ഞങ്ങൾ സ്കൈ സിറ്റിയിലേക്കാണ് പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. നമ്മൾ നൈറ്റ് കണ്ടു കഴിഞ്ഞാൽ കേട്ടോ അതിന്റെ നല്ല വ്യൂ കിട്ടുള്ളൂ. അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് കാണുന്നുള്ളൂ. നമ്മള് ഓക്ലാൻഡ് സിറ്റിയുടെ ഒരു ഭാഗമാണ് കേട്ടോ. സിറ്റിയിലോട്ട് നമ്മൾ കയറുന്നില്ല, ഞാൻ ആദ്യം തന്നെ പറഞ്ഞതല്ലോ. അപ്പൊ നമ്മൾ അതിന്റെ സൈഡിൽ കൂടെയാണ് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പൊ അതിന്റെ ജസ്റ്റ് ഒരു വ്യൂ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. ഇപ്പൊ നമ്മളൊരു ചെറിയൊരു ടണലിലേക്ക് കയറുവാണ് കേട്ടോ. ചെറിയ ടണലിൽ കൂടെ ഒരു യാത്രയാണ്. ഇവിടെ ഷാജൻ, ടണലിൽ നമുക്ക് പൈസ പേ ചെയ്യണോ? ഇവിടെ ടോൾ ഇല്ല കേട്ടോ. ടണലിൽ നമുക്ക് ഫ്രീ ആണെന്ന് ഇവിടെ ഒരിടത്തും ഇല്ലെന്നാണ് നമ്മുടെ സുഹൃത്ത് പറയുന്നത്. അപ്പം ഇപ്പം ചെറിയ ടണലായിരുന്നു, അത് കടന്നു. നമ്മളിപ്പോൾ നോർത്ത് ഹാർബർ ബ്രിഡ്ജിലേക്ക് കയറുവാണ്. വലിയൊരു ബ്രിഡ്ജാണത്. ഇവിടുത്തെ ഓക്ലാൻഡിലെ ഫേമസ് ഒരു ബ്രിഡ്ജാണ്. നമ്മൾ അതിലേക്ക് അങ്ങോട്ട് യാത്ര ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് സൺഡേ ആണ്, ഞാൻ പറഞ്ഞത് നല്ല തിരക്കുണ്ട് കേട്ടോ. റോഡിൽ നല്ല തിരക്കുണ്ട്. എല്ലാവരും ഹോളിഡേ പരിപാടിയാണ്, നല്ല വെതറാണ്. അതുകൊണ്ട് എല്ലാവരും കുട്ടികളൊക്കെ ആയിട്ട് ചില്ലിങ്ങിന് ഇറങ്ങുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് നല്ല സൺഡേ ആണ്, നല്ല തിരക്കുണ്ട്. ഇതാണ് നമ്മൾ ആ ബ്രിഡ്ജിലേക്ക് കയറുന്ന ഒരു ഭാഗം കേട്ടോ കാണുന്നത്. 4 ലൈനുണ്ട്. ഒരു സൈഡിലേക്ക് 4 ലൈനുണ്ട്, മറു സൈഡിലേക്കും 4 ലൈനുള്ള ഒരു വലിയ വമ്പൻ ബ്രിഡ്ജാണ്. അതിൻ്റെ ഒരു സൈഡും കൂടെ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇവിടെ ഒരു സൈഡാണ് സീ സൈഡ് പോലെ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. അപ്പം നമ്മുടെ ന്യൂസിലാൻഡിലെ യാത്ര അതിമനോഹരമായ ഒരു യാത്രയാണ് കേട്ടോ. നമ്മുടെ സുഹൃത്ത് രാജേട്ടൻ അതിന് തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യണം. നമ്മുടെ യാത്രയ്ക്ക് പുള്ളിയാണ് നമ്മുടെ തേരാളി ആണോ. ഇത് ബ്രിഡ്ജ് നമ്മുടെ സുഹൃത്ത് പറഞ്ഞു ലണ്ടൻ ബ്രിഡ്ജ് പോലെയാണെന്ന് പുള്ളി പറയുന്നത്. പുള്ളി ലണ്ടനിൽ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. അത് കണ്ടിട്ട് പറയുന്നതാണെന്ന് തോന്നുന്നു. പക്ഷേ ലണ്ടൻ ബ്രിഡ്ജ് ആണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ലണ്ടൻ ബ്രിഡ്ജൊന്നും കണ്ടിട്ടില്ല. കണ്ടോ, ഇതാണ് കണ്ടോ, അടിപൊളി കണ്ടോ. എത്ര മനോഹരമായ യാത്രകൾ. ന്യൂസിലാൻഡിൽ നിങ്ങളും സമയം കിട്ടുവാണെന്ന് വന്ന് എല്ലാം ഒന്ന് കണ്ടു കേട്ട് പോകണം. ജീവിതത്തിലൊരു നമുക്കൊരു അനുഭവമായിരിക്കും അതൊക്കെ. നമ്മൾ ബ്രിഡ്ജ് ഇപ്പം കടന്നിരിക്കുകയാണ്. കടന്ന് ചെറിയൊരു ഇറക്കം പോലെ വന്നിട്ട് സീ സൈഡിലേക്കാണ് ചെല്ലുന്നത്. ആ കാണുന്നതൊക്കെയാണ് സിറ്റി. ഈ സിറ്റി ബിൽഡിംഗ് ഒക്കെ കാണുമ്പോൾ ഞാൻ ഭയപ്പെടുക കേട്ടോ. നമ്മളിപ്പം ഗൾഫ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഗൾഫിൽ മറ്റേ അമേരിക്കയും ഇസ്രായേലും ഇറാനിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകളെല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ ഒരു ബിൽഡിങ്ങുകളൊക്കെ കെട്ടിപ്പടുക്കാനും ഉള്ള ഓരോ രാജ്യത്തിനുള്ള സാമ്പത്തിക അവസ്ഥകളും തകർക്കാൻ നമുക്ക് എളുപ്പം കഴിയും, പക്ഷേ കെട്ടിപ്പടുക്കാൻ പാടാണ്. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാം. നമ്മുടെ ഓരോ സാധനങ്ങൾ നമ്മൾ കെട്ടിപ്പടുക്കുമ്പം അതിൻ്റെതായ ചിലവും കാര്യങ്ങളുണ്ട്. നശിപ്പിക്കാൻ നമുക്ക് എളുപ്പം കഴിയും. നശിപ്പീര് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
ഈ സെയിം വണ്ടിയാണ് ഇത് നിങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ ഇപ്പം പോകുന്ന ഒറീബ ബീച്ച് ആണ് പോകുന്നത്. ഇവിടുത്തെ ന്യൂസിലാൻഡിലെ ഒരു ഫേമസ് ബീച്ചാണ്. ഇവിടുന്ന് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളെല്ലാം വരുന്ന ഒരു ബീച്ചാണ്. ഞങ്ങളിപ്പം അങ്ങോട്ടുള്ള യാത്രയാണിത്. യാത്രയുടെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നുള്ളൂ. ഉണ്ടോ, ഇതാണ് വഴികൾ. ന്യൂസിലാൻഡ് നമ്മുടെ ഹൈവേ ആണിത്. ഹൈവേ എന്ന് പറഞ്ഞാൽ മോട്ടോർവേ കാണുന്നതാണ് ഹൈവേ. യാത്രകൾ എപ്പോഴും എൻജോയ് ചെയ്യുക കേട്ടോ. നിങ്ങളും കഴിവതും യാത്രകൾ ചെയ്യുക, എങ്കിലേ നമുക്ക് ലോകത്തിൻ്റെ എക്സ്പീരിയൻസുകളും അതുപോലെ ലോകത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കഴിവതും ട്രാവൽ ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും.